കഥയമമ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് രാമചന്ദ്രൻ സാർ ഓർക്കുന്നുണ്ടല്ലോ, അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ ജന്മദിനമായിരുന്നു 27-ാം തീയതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അമ്മ അരുണാചലത്തിൽ തിരുവണ്ണാമലയിൽ രമണാശ്രമത്തിൽ പോയതും ഗിരിവലം ചെയ്തതുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് അമ്മയെ കണ്ടിട്ട് ഇതാ കാളി പോകുന്നു, കാളിയാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞു എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് ചില പ്രേക്ഷകരുടെ ചില അഭിപ്രായമൊക്കെ വന്നു. അതാരാണ്, അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വന്നു. അതിന്ന് സംസാരിക്കാമെന്നാണ് രാമചന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത്. അതെ, യോഗി രാമ എന്നറിയപ്പെടുന്ന യോഗി രാം സുരത് കുമാർ അദ്ദേഹമാണെന്ന് തിരുവോരത്ത് നിന്ന് അമ്മ ഗിരിവലം ചെയ്യുമ്പോൾ മറ്റേ കാളിയാണ് വലം വയ്ക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ചരിത്രം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആ അമ്മയെ കണ്ടതും അങ്ങനെ പരാമർശിച്ചതും പറയുന്നുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 1918 ജനിച്ചു, 2001 സമാധിയായി. തിരുവണ്ണാമലയിൽ തന്നെയാണ് സമാധിയായത്. നമ്മൾ തിരുവണ്ണാമലയിൽ പോകുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ രമണാശ്രമമുണ്ട്. രമണാശ്രമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ധാരാളം വേറെ ആശ്രമങ്ങളുമുണ്ട്. അത് ലോകത്തിൻ്റെ തന്നെ ഒരു ആത്മീയ കേന്ദ്രം, ഒരു ഹൃദയസ്ഥാനം ആത്മീയതയുടെ തിരുവണ്ണാമലയ്ക്ക് ഉണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ അവിടെ ധാരാളം ആത്മീയ ഗുരുക്കന്മാർ വന്നിട്ട് അവർക്ക് അനുയായികളുണ്ടായിട്ട് ഭക്തരൊക്കെ ഉണ്ടായിട്ട് ധാരാളം ആശ്രമങ്ങൾ അവിടെ വേറെയുണ്ട്. അങ്ങനെ യോഗി രാം സുരത് കുമാറിൻ്റെ ഒരാശ്രമവും അവിടെ കാണാം. അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരും ഒക്കെ ആയിട്ട് നമുക്കറിയാം. ഏറ്റവും അവസാനം നൊച്ചൂർ വെങ്കട്ടരാമൻ സന്യാസിയാകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ താമസ സ്ഥലം ഉണ്ടായിരുന്നു. തിരുവണ്ണാമലയിൽ വേറെ ആശ്രമത്തിലല്ലാതെ താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അവിടെ പല ആളുകളും വന്നങ്ങനെ താമസിക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്ന് ഉള്ള സായിപ്പന്മാരും ഒക്കെ ധാരാളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ യോഗി രാം സുരത് കുമാർ ഭഗവാൻ എന്നറിയപ്പെട്ടിരുന്നു. എപ്പോഴും കയ്യിൽ വിശറി ഉണ്ടായിരുന്നത് കൊണ്ട് വിശറി സ്വാമിയാർ എന്ന് തമിഴിൽ പറയുമല്ലോ, അങ്ങനെയും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ഭൂമിഹാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഗംഗാ തീരത്താണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ. മറ്റേ ബീഹാറിലെ ബല്യ, അത് വാരാണസിക്ക് അടുത്താണ്. പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖറിൻ്റെ മണ്ഡലമായിരുന്നു ബല്യ. അപ്പോൾ ചെറുപ്പകാലത്ത് അച്ഛൻ്റെ മടിയിലിരുന്ന് ഈ പുരാണ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗംഗാ തീരമാണല്ലോ, സ്വാമിമാർക്ക് പഞ്ഞില്ല. അങ്ങനെ ധാരാളം സന്യാസിമാരെ സ്ഥിരം കണ്ടുകൊണ്ടാണ് കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധുക്കൾക്ക്, സന്യാസിമാർക്ക് പലപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ടുപോയി വിതരണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. കാരണം സാധുക്കൾക്ക് അവർ ഭിക്ഷുക്കളാണല്ലോ, അവർക്ക് അടുക്കളയോ ഒന്നുമില്ല, അതറിയുകയും ചെയ്യാം. പിന്നെ ഇത് ഓരോരുത്തരും കൊടുക്കുമ്പോൾ അവർ സ്ഥിരക്കാരായിരിക്കും, അവർക്കൊക്കെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ കുട്ടിക്കാലത്ത് ഈ ചപ്പാത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഈ മകനെ പറ്റി, യോഗിറാമിനെ പറ്റി എൻ്റെ സാധു കുട്ടി എന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. 12 വയസ്സിൽ ഈ ഒരു കിണറുമായി ബന്ധപ്പെട്ടൊരു കഥ. അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ എല്ലാവരും വെള്ളം കുടിക്കുന്നത് ഒരു വലിയ കിണറിൽ നിന്നായിരിക്കുമല്ലോ. അങ്ങനൊരു കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി കിണറിൻ്റെ ആ ആൾമറ അതിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റുമായി പോയ ആ കയറി പക്ഷിയുടെ നേരെ എറിഞ്ഞു. ഒരു കുസൃതിക്ക് എറിഞ്ഞതാണ്, പക്ഷേ ഈ കയറി ചെന്ന് കൊണ്ടിട്ട് പക്ഷി ചത്തുപോയി. അയ്യോ! പക്ഷി ചത്തുപോയി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖമായി. പിന്നെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒരു കുസൃതിയുടെ പേരിൽ ഇങ്ങനെ മരിച്ചു പോയത് വല്ലാത്ത വിഷമമായി. പിന്നെ അപ്പോൾ ജനന മരണങ്ങളെ പറ്റിയൊരു ബോധം അപ്പോൾ ഉള്ളിൽ ഉറച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് പല ദിവസവും ധ്യാനങ്ങളിൽ ഈ കുട്ടി ഏർപ്പെടുന്നത് കാണാമായിരുന്നു.
16 വയസ്സിൽ കബാഡിയ ബാബ എന്ന് പറഞ്ഞിട്ടൊരു സന്യാസിയുമായിട്ട് കാശിയിൽ തന്നെയുള്ള ബന്ധം വന്നു. മണികർണിക ഘട്ടിലൊക്കെ പോയി ധ്യാനിച്ചിരിക്കാൻ തുടങ്ങി. 13 കിലോമീറ്ററാണ് അവിടെ നിന്ന് അന്ന് സാരാനാഥിലേക്കുള്ളത്. ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടന്ന സ്ഥലം സാരാനാഥിൽ. അവിടെ പോയിരിക്കുമായിരുന്നു. അലഹബാദ് സർവകലാശാലയിൽ BA പഠിച്ചു. പാട്നയിൽ നിന്ന് BT പാസ്സായി. ആ സമയത്ത് വിവാഹം ചെയ്തു. പല സന്യാസിമാരും മുമ്പ് വിവാഹിതരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നാരായണ ഗുരു, സ്വാമി ആഗമാനന്ദ, ഇവരൊക്കെ വിവാഹ പിന്നെ അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നവരാണ്. ഗൃഹസ്ഥം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദു മതത്തിൽ ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും വലിയ ആശ്രമം. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളാണുള്ളത്. സെക്കൻഡ് വെച്ചിട്ട് രജനി ദേവി എന്നായിരുന്നു ഭാര്യയുടെ പേര്. 21 വയസ്സിൽ ആയിരുന്നു വിവാഹം. അവരുടെയല്ല, ഇയാളുടെ. ഇദ്ദേഹം എന്നിട്ട് ടീച്ചറായി. അപ്പോൾ കബാഡിയ ബാബ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തിയിട്ട്, ഈ ഗൃഹസ്ഥാശ്രമക്കാലത്ത് തന്നെ ഇയാളുടെ കൈ ഒരു ദിവസം പിടിച്ചുയർത്തിയിട്ട് ഇതിനി കൂടുതൽ ശക്തി കിട്ടും എന്ന് പ്രവചിച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ദിവസം സ്കൂളിൽ പോയി വൈകിട്ട് തിരിച്ചിറങ്ങുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഒരു വെളിച്ചപ്പാടിൻ്റെ പോലെ ഒരു അശരീരി വന്നു. ഞാൻ വിവേകാനന്ദൻ, നിൻ്റെ ശരിക്കുള്ള പണി ഇതല്ല എന്നായിരുന്നു അശരീരി. അത് സംശയിച്ചു, ഇത് ശരിയായിരിക്കുമോ എൻ്റെ തോന്നലായിരിക്കുമോ എന്ന് സംശയിച്ചപ്പോൾ വീണ്ടും ആ അശരീരി മുഴങ്ങി. സ്വാമി വിവേകാനന്ദൻ്റെ ശബ്ദമായിട്ടാണ് തോന്നിയത്. 9 വർഷം അതങ്ങനെ പോയി. പക്ഷേ ആ 9 വർഷങ്ങൾ പിന്നീട് ഒരു സമ്പൂർണ്ണ വെജിറ്റേറിയനായിട്ട്, ഈ ദാലൊന്നും കഴിക്കാതെ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിച്ചു. ബലമൂലാദികൾ അത് മാത്രമായി, പാലും കഴിക്കും, നവരാത്രി വ്രതം നോക്കും, വെള്ളം അധികം കുടിക്കില്ല. 9 ദിവസം ഇങ്ങനെ നിരാഹാരം നവരാത്രി സമയത്ത് ഇരിക്കും. ശരീരം സാത്വികമാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം പലരോടും ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അരവിന്ദ മഹർഷിയുടെ ലൈറ്റ് ഓൺ യോഗ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു. അത് കഴിഞ്ഞ് യോഗയിലുമൊക്കെ താല്പര്യം വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു യാത്ര, പോണ്ടിച്ചേരിയിൽ അരവിന്ദ മഹർഷിയെ കാണാൻ യാത്രയായി. ആ യാത്ര ട്രെയിനിൽ വരുമ്പോൾ പോക്കറ്റ് അടിച്ചു പോയി. പൈസയും പേഴ്സ് ബാക്കി കാര്യങ്ങളൊക്കെ പോക്കറ്റ് അടിച്ചു പോയി. അനക്കപുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഒന്നുമില്ല. ടിക്കറ്റിൻ്റെ പിന്നീടുള്ള പൈസ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ കണ്ട ഒരാൾ ഈ അപകടമൊക്കെ മനസ്സിലായിട്ട് കൊടുത്തതാണെന്ന് പറയുന്നു. അനക്കപുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി, ട്രെയിൻ ഇറങ്ങി. അത് കഴിഞ്ഞൊരു സ്കൂളിൽ പോയി, സ്കൂളാണല്ലോ പരിചയമുള്ള സ്ഥലം, അവിടെ പോയിട്ട് എരന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒക്കെ പോക്കറ്റ് അടിച്ചു പോയി. പോണ്ടിച്ചേരിക്ക് പോകാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പിരിച്ചു കൊടുത്തു. പോണ്ടിച്ചേരിയിൽ പോയി അരവിന്ദനെ കണ്ടു. അത് കഴിഞ്ഞ് തിരുവണ്ണാമലയിൽ പോയി രമണ മഹർഷിയെ കണ്ടു. അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ വന്നു. അപ്പോൾ കേരളമായിട്ടൊരു ബന്ധം വന്നു. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ സ്വാമി രാമദാസ് ആണല്ലോ സ്ഥാപിച്ചത്. രാമദാസിനെ കണ്ടു. രാമദാസ് എൻ്റെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് പോയി. ഹിമാലയത്തിൽ പോയിരിക്കുമ്പോഴാണ് രമണ മഹർഷി, അരവിന്ദൻ അവരൊക്കെ 1950 മറ്റേ സമാധിയാകുന്നത് വലിയ ഷോക്കായിരുന്നു. 1952 വീണ്ടും കാഞ്ഞങ്ങാട്ട് ആനന്ദാശ്രമത്തിൽ വന്നു. 34 വയസ്സാണപ്പോൾ. 34? അന്ന് 21 വയസ്സിൽ മറ്റേ വിവാഹം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്നുണ്ടല്ലോ. 34 വയസ്സേ ആയിട്ടുള്ളൂ അന്ന്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ സ്വാമി രാമദാസിൻ്റെ കൂടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മന്ത്രോപദേശം നൽകി. അതിപ്പോൾ നമ്മൾ ആനന്ദാശ്രമത്തിൽ പോയാലും അവർ
ജപിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മന്ത്രമാണെന്ന് നമുക്കറിയാം. ആനന്ദാശ്രമം എപ്പോഴും പോയി താമസിക്കാവുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട്. മറ്റേ ഇതൊക്കെ ഫ്രീ ആണ്, അക്കോമഡേഷനൊക്കെ രമണാശ്രമം പോലെ തന്നെ. അത്രയും വലിയ കോട്ടേജുകളല്ല എന്ന് മാത്രമേ ഉള്ളൂ ആനന്ദാശ്രമത്തിൽ. പക്ഷെ എല്ലാം കൃത്യമായി ധ്യാനം ഒക്കെ നടക്കുന്ന ആളാണ്. ഇപ്പോൾ സ്വാമി മുക്താനന്ദ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം നല്ല വിവരമൊക്കെ ഉള്ള ഒരാളാണ്. ഞാനും കുടുംബമൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പോൾ ആദ്യം പോയപ്പോൾ സ്വാമി രാമദാസ് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് സ്വാമി മുക്താനന്ദയും എന്നോട് പറഞ്ഞത്. എന്താണ് ഉപദേശിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മളെല്ലാത്തിനോടും നന്ദി പറയുക, നമുക്ക് ഈ ജീവിതം തന്ന ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മളെ അത്രയും നേരം കിടത്തിയ ആ കട്ടിലിനോട് നന്ദി പറയുക, കിടക്കയോട് നന്ദി പറയുക, നമ്മളെ തലചായ്ക്കാൻ അനുവദിച്ച തലയണയോട് നന്ദി പറയുക. ഇങ്ങനെയൊക്കെയാണ് രാമദാസ് ഉപയോഗിച്ചിരുന്ന വളരെ സരളമായ ഉപദേശങ്ങളാണ് ഭക്തർക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ശ്രീറാം ജയറാം ജയ് ജയ് റാം. ഇതാണ് ശ്രീറാം ജയറാം ജയ് ജയ് റാം. ഓം ശ്രീറാം ജയറാം ജയ് ജയ് റാം. ഇതാണ് മന്ത്രം അദ്ദേഹം ഉപദേശിക്കുന്നത്. ഇത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭജനയിലും തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുന്നത്. ആ മന്ത്രം ഓതിക്കഴിഞ്ഞപ്പോൾ ആ ഓതിയത് മൃത്യുവാണെന്ന് എനിക്ക് തോന്നി എന്ന് യോഗിറാം പറഞ്ഞിട്ടുണ്ട്. അത് ഈ സാധാരണ അർത്ഥത്തിലുള്ള മരണമല്ല, എൻ്റെ അഹന്ത, ഈഗോയുടെ മരണമായി. നമ്മൾ ഈ പഴനിയിലും തിരുപ്പതിയിലും പോയി മുടി വെട്ടുന്നത് അതിനാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ അഹന്തയാണ് മുറിച്ച് കളയുന്നത് അല്ലേ? ആ, നമ്മുടെ കുരിശിനെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ എന്നുള്ളതാണല്ലോ, ഐ കട്ട് ചെയ്യുന്നതാണ് കുരിശ് എന്നൊരു പണ്ടൊരു ഞാനെന്ന ഭാവത്തെ മുറിച്ച് കളയുന്നതാണ്. അതാണ് ക്രോസ് എന്ന് മുമ്പ് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് മഞ്ഞപ്പാതിമല അവിടെ പോയി ഗുഹയിൽ ധ്യാനിച്ചു. മഞ്ഞപ്പാതിമല അവിടെ തന്നെയാണോ? തിരുവണ്ണാമലയിലാണ്? അല്ല, ഈ കാഞ്ഞങ്ങാട് എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ഗുഹയിൽ ധ്യാനിച്ചു. അങ്ങനെ ജനിച്ചത് രാം സൂരത് കുൻവർ എന്നുള്ള പേരായിരുന്നു. പിന്നെ ഈ കുൻവർ പേരിൽ നിന്ന് പോയി സന്യാസിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അരവിന്ദൻ എനിക്ക് ജ്ഞാനം തന്നു, രമണ മഹർഷി തപസ് തന്നു, രാംദാസ് ഭക്തി തന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 പേരും 3 ഭാവമായിരുന്നു. 1952 ഈ രാമദാസിൻ്റെ മന്ത്രദീക്ഷ കിട്ടിയ ശേഷം 59 വരെ യാത്ര ചെയ്തു. 1953 പിന്നെ തിരുവണ്ണാമലയിൽ വന്നു. തിരുവണ്ണാമലയിലാണ് പിന്നെ സ്ഥിരം. ആളുകൾക്ക് ഇതാരാണ്, അദ്ദേഹത്തിന് ഇത്ര പഠിത്തമുണ്ടെന്നൊന്നും അറിയില്ല. തീവണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിലാണ് പല സമയത്തും ഇദ്ദേഹം സ്വയം പിച്ചക്കാരൻ, ഭഗർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഭിക്ഷ എടുത്തൊക്കെ തന്നെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ കൂടുതൽ സമയം അവിടെ അമ്പലത്തിൻ്റെ അവിടെ രഥപ്പുരയുണ്ട്, അവിടെയാണ് കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. 59 രാമദാസ് മന്ത്രം കൊടുക്കുമ്പോൾ ഉപദേശിച്ചിരുന്നു എന്ന്, ഇനി പിച്ചതണ്ടി ജീവിക്കുക എന്ന്. അല്ല, ഇത് ഈ ഭിക്ഷാടനം എന്ന് പറയുന്നതും നമ്മുടെ ഒരു അഹന്തയെ ദൂരീകരിക്കുന്നതാണ്. അത് ഈ ഉപനയനം കഴിഞ്ഞിട്ട് ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പൂണൂൽ ഒക്കെ ഇട്ട ശേഷം ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ പിച്ചതണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ഇപ്പോൾ പോലീസ് സേനയിലെ ADGP ആയ ശ്രീജിത്ത് ഉണ്ടല്ലോ. ശ്രീജിത്ത് കസ്റ്റംസിലായിരിക്കെ അദ്ദേഹത്തിന് ഈ ഇത്തരം ചില ആത്മീയമായ ചില വിളികളൊക്കെ ഉണ്ടായി. മൂകാംബിയെ പോയി ചിത്രമൂലയിലിരുന്നു. ഞാൻ മൂകാംബിയിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ചിത്രമൂലയിലിരുന്നു, ധ്യാനത്തിലിരുന്നു, പട്ടിണി ഇരുന്ന് അവിടെ ഇരുന്ന് മരിക്കണമെന്ന് തീരുമാനിച്ചു. ആളുകൾ കണ്ടെത്തി എന്നൊക്കെ പറയുന്ന ചില കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കസ്റ്റംസിലായിരിക്കുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ലീവ് എടുത്ത് പോയി തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഭിക്ഷയാചിച്ച് കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അത് പറയുന്നത് എനിക്ക് വല്ലാത്ത അഹങ്കാരം തോന്നും, ഞാൻ എന്തൊക്കെയോ ആണെന്ന്. അപ്പോൾ ഞാൻ അവധിയെടുത്തിട്ട് ഭിക്ഷയാചിക്കാൻ പോകും. കുറേ ആളുകൾ ആട്ടിപ്പായിക്കും, ചിലർ എന്തെങ്കിലും തരും, ചിലർ നല്ല തടിയും തൂക്കമൊക്കെ ഉണ്ടല്ലോടാ, പോയി പണിയെടുത്ത് കൂടെ എന്ന് ആക്ഷേപിക്കും. അങ്ങനെ ഞാനൊന്ന് പ്യൂരിഫൈ ചെയ്ത് തിരിച്ചു വരും എന്ന് ഇപ്പോൾ കേരള പോലീസിലെ ഒരുപക്ഷെ നാളെ DGP ആകാവുന്ന ADGP ആണല്ലോ ശ്രീജിത്ത് പറഞ്ഞൊരു കഥ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. അതായത് ഉപനയനം കഴിഞ്ഞാൽ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞത് പിച്ചതണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ശങ്കരാചാര്യർ പിച്ചതണ്ടുന്ന കാലത്താണ് ഇപ്പോൾ സ്വർണ്ണത്തുമന എന്നറിയപ്പെടുന്ന അവിടെ പോയിട്ട് ഒന്നും അവിടുത്തെ
ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീക്ക് ഒന്നും കൊടുക്കാനില്ല. അവരും വലിയ ദാരിദ്ര്യത്തിലാണ്. അവർ അവിടെ കൊടുത്തത് മറ്റേ നെല്ലിക്കയാണ് കൊടുത്തത്. അപ്പം അദ്ദേഹം പാടുന്നതാണ് കനകധാര സ്തോത്രം. അതാണ് നെല്ലിമരത്തിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്ക. അംഗം വരെ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനയോ മുകളാഭരണം തമാലം അംഗീകൃതാകല വിഭൂതിരഭാംഗലീല മംഗല്യദാസ്തു മമ മംഗലദേവതായ എന്ന് പറഞ്ഞാണ് കനകധാര സ്തോത്രം തുടങ്ങുന്നത്. ആ സ്വർണ്ണ നെല്ലിക്ക പൊഴിഞ്ഞു എന്നൊക്കെ. അങ്ങനെ ഭിക്ഷു ആയിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് കാലവും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ രഥത്തിനടുത്ത് തെരുവിൽ ഒക്കെ ഭിക്ഷ മരത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ നിൽക്കുന്ന കാണാം, അമ്പലത്തിൻ്റെ അകത്തൊക്കെ ഉള്ള. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആളുകൾ മനസ്സിലാക്കി. അങ്ങനെ സന്നിധി തെരുവ്, ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു തെരുവ്, ആ സന്നിധി തെരുവിൽ ചെറിയൊരു വീട് ഭക്തർ താമസിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ ആ വീട്ടിലും വളരെ ദുർബലമായ അവസ്ഥയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അത് വീട്ടിലെ മരം ദുർബലം, വനത്തിലെ മരം ശക്തം എന്ന് രാമദാസ് ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് നീ ലോകത്തിലേക്ക് ഇറങ്ങി നടക്കുക, വെറുതെ ഇരുന്നാൽ പോരാ. അങ്ങനെ വീട്ടിലൊരു ചാക്കിലാണ് കിടന്നിരുന്നത്. ആ വീട് സന്നിധി സ്ട്രീറ്റിൽ ഉണ്ടായപ്പോഴും ഒരു ചെറിയ വീടാണ്, ഒറ്റമുറി. മൺകൂനയിൽ വെള്ളം ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. സിഗരറ്റ് ധാരാളം പുകച്ചിരുന്നു, വലിക്കുന്നുണ്ടായിരുന്നു. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്വാമി രാമദാസ് മന്ത്രദീക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത ഒരു ആന്തലെന്നോ പ്രകമ്പനെന്നോ ഒരു ഊർജപ്രവാഹം എന്നോ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാമി രാമദാസ് പറഞ്ഞു എന്ന്, സിഗരറ്റ് വലിച്ചോ ചിലപ്പോൾ സുഖം കിട്ടും എന്ന് പറഞ്ഞിരുന്നു. ബീഡി വലിക്കുന്ന പല പൂന്തുറ സിദ്ധൻ എന്നൊക്കെ പറയുന്ന പല സ്വാമിമാരും ഉണ്ട്. പലപ്പോഴും അത് നമുക്ക് പറയേണ്ടി വരും ഈ പൂന്തുറ സിദ്ധനെ പറ്റിയൊക്കെ. അപ്പോൾ രാമദാസ് ശക്തി തരുന്നത് വരെ എനിക്ക് വല്ലാത്ത ഈ ഓക്കാനം വരുന്നുണ്ടായിരുന്നു. അത് മാറിയത് സിഗരറ്റ് വലിച്ചിട്ടാണ് എന്ന് സ്വാമിജി പറയുമായിരുന്നു എന്നാണ്. ചില സമയത്ത് ഈ വീട്ടിലിരുന്നിട്ടേ അവിടെ ഒരു പയ്യൻ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. ആ പയ്യനോട് പറയും, ഒരു 8 ചായ എന്ന് പറയും. ആരും ഇല്ല ഇവിടെ, പക്ഷെ പയ്യൻ 8 ചായ കൊണ്ടുവന്ന് ഇവിടെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ 8 പേര് പല സ്ഥലത്തു നിന്നും വന്നിട്ട് ചായ കുടിക്കാനായിട്ടുണ്ടാവും. മുൻകൂട്ടി കാണുന്നത് പോലെ 8 ചായ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഈ ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഭക്തരൊരു ആശ്രമം അവിടെ ഉണ്ടാക്കി കൊടുത്തു, 3.5 ഏക്കർ. ആ ആശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ യോഗിറാം ആശ്രമം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളത്. തിരുവണ്ണാമലയിൽ ധാരാളം ആശ്രമങ്ങൾ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്ന് യോഗി റാം ആശ്രമം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഉണ്ട്, 3.5 ഏക്കർ. അദ്ദേഹത്തിന് വിദേശ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായി, ലീ ലൊസോവിക്, കൃഷ്ണ കാഴ്സല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ജ്ഞാനിയായി ഈ രമണ മഹർഷിക്ക് ശേഷം തിരുവണ്ണാമലയിലൊരു ഊർജ സ്രോതസ്സായി അദ്ദേഹം. പിന്നെ രമണ മഹർഷിക്ക് ശേഷവും ഒരു 50 കൊല്ലം തിരുവണ്ണാമലയിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെ, സാന്നിധ്യം ഉണ്ടായിരുന്നു. അതാണ് 1982 നമ്മൾ തുടങ്ങിയത് മാതാ അമൃതാനന്ദമയിലാണ്, അമ്മയിലാണ്. 82 പോകുമ്പോഴും അമ്മയെ തിരിച്ചറിയാനായിട്ട് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് യോഗിറാം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അന്ന് അമ്മയുടെയും ദർശനം മേടിക്കാനായിട്ട് അന്ന് അവിടെ ധാരാളം ഭക്തരുണ്ടായത്. ഏതായാലും നമ്മൾ ഈ കഥേമമ്മയുടെ പല എപ്പിസോഡുകളിലും ഇതുപോലെയുള്ള അവധൂതന്മാരെ പോലെ സഞ്ചരിച്ച, ആത്മീയ പാതയിൽ സഞ്ചരിച്ച മഹത്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. പലരും നമ്മുടെ ആളുകൾക്കൊന്നും ഒട്ടും പോപ്പുലറല്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പം മറ്റ് സെമിറ്റിക് മതങ്ങളിലൊക്കെ അവരുടെ മതപ്രചാരണം അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ വല്ലാതെ വാഴ്ത്തപ്പെട്ട് വല്ലാതെ പ്രകീർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമുക്കൊപ്പം സഞ്ചരിച്ചു പോയ ആത്മീയ ആചാര്യന്മാർ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ പോലും അറിയാതെ കിടക്കുകയാണ്. അവരിൽ ചിലരെയൊക്കെയാണ് നമ്മൾ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. കേരളം തന്നെ ഇത്തരം കാര്യങ്ങളിൽ എത്ര
ധനികമായിരുന്നു. ഈ ആത്മീയതയിൽ നിന്നുള്ളത് നമ്മുടെ ഈ എപ്പിസോഡുകളിൽ നിന്നും വരും എപ്പിസോഡുകളിൽ നിന്നും മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ മാർക്സിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ വന്നിട്ടാണ് ഇതിൽ പല ആളുകൾക്കും ശ്രദ്ധയില്ലാതെ പോയത്. എത്രയോ ഇതുപോലെ വലിയ സിദ്ധന്മാരൊക്കെ, സാധു ഗോപാലപിള്ള എന്നൊക്കെ പറഞ്ഞുള്ള എത്രയോ അല്ല, അങ്ങനെയുള്ള ആളെ കുറിച്ച് നമ്മൾ ഇനിയും സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ആഴ്ചയിൽ 1-2 എപ്പിസോഡുകൾ, നമുക്കിപ്പോൾ ആഴ്ചയിൽ 5-6 എപ്പിസോഡുകളാണ് കഥയമ്മയ്ക്കുള്ളത്. അതിൽ 1-2 നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഇതിന് നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യരായ, അതിൽ നിഷ്ഠ പോലെ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലത് നമ്മളുടെ ആശയങ്ങൾ പോലും അല്ല, പ്രേക്ഷകരുടെ ആശയങ്ങൾ. അതെ, അതും നമ്മൾ എടുക്കുന്നുണ്ട്. പ്രേക്ഷകർ ആവശ്യപ്പെട്ട വീഡിയോ എന്നും പറയാം. ഏതായാലും ഇതിനും 10,000-കണക്കിനൊന്നും വന്നില്ലെങ്കിലും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാതാണെങ്കിലും അതൊരു ഡിസർവിങ് പീപ്പിളിനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് കഥയുമാമേൽ ഇത്തരം എപ്പിസോഡുകളും വരും. അത് നമുക്ക് മുമ്പേ നടന്നുപോയ വലിയ മനീഷികൾക്കുള്ള നമ്മുടെ ഒരു ട്രിബ്യൂട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.